സസ്തനികളിലെ ഫെലിഡേ കുടുംബത്തിലെ പാന്ത്രാ ജനുസിൽ ഉൾപ്പെട്ട വന്യജീവിയാണ് സിംഹം. വലിയ പൂച്ചകൾ അഥവാ ബിഗ് കാറ്റ്സ് എന്നറിയപ്പെടുന്ന 4 ജീവികളിൽ ഒന്നാണ് സിംഹം. 272 കിലോഗ്രാം വരെ ഭാരം വയ്ക്കുന്ന സിംഹങ്ങൾ മാർജാര വർഗത്തിലെ രണ്ടാമത്തെ വലിയ ജീവിയാണ്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലും ഏഷ്യയിലുമാണ് ഇപ്പോൾ സിംഹങ്ങൾ അധിവസിക്കുന്നത്. ഏഷ്യയിൽ ഇപ്പോഴുള്ളത് ഇന്ത്യയിലെ ഗീർ വനത്തിലുള്ള വളരെ കുറച്ച് സിംഹങ്ങൾ മാത്രമാണ്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് വരെ മനുഷ്യൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ അധിവസിച്ചിരുന്ന വലുപ്പമുള്ള സസ്തനി സിംഹമായിരുന്നു. ആഫ്രിക്കയുടെയും യുറേഷ്യയുടെയും ഒട്ടുമിക്ക സ്ഥലങ്ങളിലും പടിഞ്ഞാറൻ യൂറോപ്പ് മുതൽ ഇന്ത്യ വരെയും അമേരിക്കയിൽ യൂക്കോൺ മുതൽ പെറു വരെയും സിംഹങ്ങൾ വസിച്ചിരുന്നു. വനത്തിൽ സിംഹങ്ങൾക്ക് 10 മുതൽ 14 വർഷം വരെയാണ് ജീവിതകാലം. എന്നാൽ മൃഗശാലയിലും അതുപോലുള്ള മറ്റു കൂട്ടിലിട്ട് വളർത്തുന്ന സാഹചര്യങ്ങളിലും 20 വർഷം വരെ സിംഹങ്ങൾ ജീവിച്ചിട്ടുണ്ട്. സവേനകൾ എന്നറിയപ്പെടുന്ന പുൽമേടുകളിലാണ് സിംഹങ്ങൾ കൂടുതൽ വസിക്കുന്നത്. ഇവയോട് ചേർന്ന് കിടക്കുന്ന കുറ്റിക്കാട് പ്രദേശങ്ങളിലും സിംഹങ്ങൾ വിഹരിക്കാൻ തിരഞ്ഞെടുക്കാറുണ്ട്. സിംഹങ്ങൾ സമൂഹ ജീവികളാണ്. സിംഹക്കൂട്ടത്തെ പ്രൈഡ് എന്ന് വിളിക്കുന്നു. പെൺസിംഹങ്ങളും സിംഹക്കുട്ടികളും വളരെ കുറച്ച് പൂർണ്ണ വളർച്ച എത്തിയ ആൺസിംഹങ്ങളും അടങ്ങിയതാണ് ഒരു പ്രൈഡ്. പെൺസിംഹങ്ങൾ കൂട്ടമായി വേട്ടയാടുന്നു. പ്രകൃതിയിലെ ഒരു പ്രധാനപ്പെട്ട വേട്ടയാടുന്ന മൃഗങ്ങളിൽ അപ്പെക്സ് പ്രെഡേറ്ററുകളിൽ ഉൾപ്പെട്ട സിംഹം സാധാരണയായി മനുഷ്യരെ ആക്രമിക്കാറില്ല. എങ്കിലും ചില സാഹചര്യങ്ങളിൽ സിംഹങ്ങൾ നരഭോജിയായി മാറാറുണ്ട്. പരുക്കോ മറ്റോ അവശതകൾ മൂലമോ സാധാരണ ഇരകളെ പിടിക്കാൻ പറ്റാതാവുമ്പോഴാണ് നരഭോജികളായി മാറാറുള്ളത്. അതുപോലെ സിംഹം നിലനിൽപ്പ് അപകടകരമായ മൃഗങ്ങളുടെ പട്ടികയിൽ പെടുന്നു. അതായത് റെഡ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന മൃഗങ്ങളാണ് സിംഹങ്ങൾ. കഴിഞ്ഞ 2 ദശാബ്ദം കൊണ്ട് സിംഹങ്ങളുടെ എണ്ണം 30% മുതൽ 50% വരെ കുറഞ്ഞിട്ടുണ്ട്. സംരക്ഷിത വനപ്രദേശങ്ങൾക്കും ദേശീയ ഉദ്യാനങ്ങൾക്കും പുറത്ത് സിംഹങ്ങളുടെ അംഗസംഖ്യ വളരെ കുറവാണ്. സിംഹങ്ങളുടെ എണ്ണം കുറയുന്നതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും വെളിവായിട്ടില്ലെങ്കിലും ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടലും വേട്ടയാടലുമാണ് പ്രധാന കാരണങ്ങളെന്ന് കരുതുന്നത്. റോമ സാമ്രാജ്യത്തിൽ വളരെയധികം സിംഹങ്ങളെ കൂട്ടിലടിച്ച് വളർത്തിയിരുന്നു. ഗ്ലാഡിയേറ്റർമാരുമായി പൊരുതാനായിരുന്നു ഇത്. വലിയ കുറ്റങ്ങൾ ചെയ്തവരെ സിംഹങ്ങൾക്ക് ഭക്ഷണമായി നൽകുന്ന ശിക്ഷാരീതിയും ഇവിടെ നിലവിലുണ്ടായിരുന്നു. ഏഷ്യൻ ഉപവർഗത്തിൽപ്പെട്ട സിംഹങ്ങളുടെ എണ്ണം വളരെ കുറയാൻ ഇത് കാരണമായി. ഇപ്പോൾ ലോകമെമ്പാടുമുള്ള മൃഗശാലകളിൽ ഏഷ്യൻ ഉപസിംഹവർഗങ്ങളെ വംശനാശത്തിൽ നിന്ന് രക്ഷിക്കാൻ പലതര പ്രജനന പരിപാടികളും നടത്തുന്നുണ്ട്. അതുപോലെ ആൺസിംഹത്തിനുള്ള സടയാണ് പെൺസിംഹത്തിൽ നിന്നും അതിനെ വ്യത്യസ്തനാക്കുന്നത്. മനുഷ്യ സംസ്കാരത്തിൽ സിംഹം, പ്രത്യേകിച്ച് സിംഹത്തിന്റെ തല, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെട്ട ഒരു അടയാളമാണ്. പുരാതന കാലത്തുള്ള ഗുഹാചിത്രങ്ങൾ ഇതിന് തെളിവ് നൽകുന്നു. സാഹിത്യത്തിലും ശില്പങ്ങളിലും ചിത്രങ്ങളിലും ചലച്ചിത്രങ്ങളിലും ദേശീയ പതാകകളിലും സിംഹത്തെ പലതരത്തിൽ പ്രതിനിധാനം ചെയ്യുന്നു. ഇന്ത്യയിൽ കടുവ ദേശീയ മൃഗമാകുന്നതിന് മുമ്പ് സിംഹമായിരുന്നു ദേശീയ മൃഗം. ഇന്ത്യയുടെ ദേശീയ ചിഹ്നത്തിൽ 4 സിംഹങ്ങളെ കാണിച്ചിരിക്കുന്നു. ഏറ്റവും പഴയ സിംഹ ഫോസിൽ ടാൻസാനിയയിൽ നിന്നുമാണ് കണ്ടെടുത്തിട്ടുള്ളത്. 3.5 ദശലക്ഷം വർഷം പഴക്കമാണ് അതിനുള്ളത്. ശാസ്ത്രജ്ഞർ പലരും ഇത് സിംഹത്തിന്റെ ആവണമെന്നില്ലെന്നും സിംഹത്തോട് സാമ്യമുള്ള മറ്റേതെങ്കിലും ജീവിയുടേതാകാമെന്നും അല്ലെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായവും പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ട്. അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും പഴയ ഫോസിലിന് ഏകദേശം 1.5 ദശലക്ഷം വർഷം പഴക്കമാണുള്ളത്. ജനിതകപരമായി മറ്റുള്ള പാന്ത്രാ ജനുസ് മൃഗങ്ങളായ കടുവ, ജാഗ്വർ, പുലി എന്നിവ സിംഹത്തിന്റെ അടുത്ത ബന്ധുക്കളാണ്. ജനിതക പഠനത്തിലൂടെ ഈ ആധുനിക മൃഗങ്ങളിൽ ആദ്യം ഉരുത്തിരിഞ്ഞത് കടുവയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം 1.9 ദശലക്ഷം വർഷങ്ങൾ മുമ്പ് ജാഗ്വർ ഉരുത്തിരിഞ്ഞു. സിംഹവും പുലിയും ഉരുത്തിരിഞ്ഞത് 1.25 ദശലക്ഷം വർഷം മുമ്പാണ്. പാന്ത്രാ ലിയോ വർഗം മുൻപ് 1 ദശലക്ഷം വർഷത്തിന് മുമ്പ് 80,000 വർഷങ്ങൾക്കും ഇടയിൽ ആഫ്രിക്കയിലാണ് ഉരുത്തിരിഞ്ഞത്. 70,000 വർഷങ്ങൾക്ക് മുമ്പ് ഇവ പാന്ത്രാ ലിയോ ഫോസിലിസ് എന്ന ഉപവർഗമായി യൂറോപ്പിലെത്തി. ഇവയിൽ നിന്നും ഗുഹാസിംഹം കേവ് ലയൺ പാന്ത്രാ ലിയോ സ്പൈലിയെ ഉടലെടുക്കുകയും ചെയ്തു. പിന്നീട് അമേരിക്കൻ വൻകരകളിലെത്തിയ സിംഹങ്ങൾ പാന്ത്രാ ലിയോ എട്രോക്സ്, അതായത് അമേരിക്കൻ സിംഹമായി പരിണമിച്ചു. ഏകദേശം 10,000 വർഷം മുമ്പ് അവസാന ഹിമയുഗ കാലത്ത് യുറേഷ്യയിലും അമേരിക്കയിലും സിംഹവർഗങ്ങൾക്ക് വംശനാശം സംഭവിച്ചു. സമീപകാലത്ത് ജീവിച്ചിരുന്ന സിംഹങ്ങളിലെ 12 ഉപവർഗങ്ങളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്.
സിംഹങ്ങളിൽ വെച്ച് ഏറ്റവും വലുത് വംശനാശം സംഭവിച്ച ബാബറി സിംഹം എന്ന ഉപവർഗത്തിലെ സിംഹങ്ങൾക്കാണ്. സാധാരണയായി ആൺസിംഹത്തിന് 150 കിലോഗ്രാം മുതൽ 225 കിലോഗ്രാം വരെ ഭാരമുണ്ടാകും. പെൺസിംഹത്തിന് 120 മുതൽ 150 കിലോഗ്രാം വരെയാണ് ഭാരമുണ്ടാകുന്നത്. ശരാശരി ഭാരത്തിന്റെ ആണിന് 181 കിലോഗ്രാമും പെണ്ണിന് 126 കിലോഗ്രാമുമാണ് കണക്കാക്കുന്നത്. മൗണ്ട് കെനിയയ്ക്ക് അടുത്ത് വെടിവെച്ചിട്ട ഒരു സിംഹത്തിന് 272 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നു. സട ഉണ്ടാകുന്നതും അതിന്റെ നിറവും വലുപ്പവും പാരമ്പര്യം, കാലാവസ്ഥ, പ്രായം, ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിന്റെ പ്രവർത്തനം എന്നീ ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. സാധാരണ ഇരുണ്ടതും ഇടതിങ്ങിയതുമായ സടയുള്ള സിംഹങ്ങൾ ആരോഗ്യവാന്മാരായി കണക്കാക്കും. ഇരുണ്ട സടയുള്ള സിംഹങ്ങൾക്ക് കൂടുതൽ പ്രത്യുത്പാദന ശേഷിയും അവയുടെ കുട്ടികൾക്ക് കൂടുതൽ ആരോഗ്യവും ഉണ്ടായിരിക്കും. എന്നാൽ വേനൽക്കാലത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും ഇവയാണ്. ഒന്നിലധികം ആൺസിംഹങ്ങൾ നയിക്കപ്പെടുന്ന പ്രൈഡിൽ പെൺസിംഹങ്ങൾ കൂടുതൽ സടയുള്ള ആൺസിംഹങ്ങളായി രമിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതും ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും സിംഹങ്ങളെ പോലെ മറ്റു ജീവികളെ കുറിച്ചുള്ള പുതിയ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്